എന്റെ നന്മയ്ക്ക് വേണ്ടി ബാപ്പ വെച്ച് നീട്ടിയതെല്ലാം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചു. സ്വന്തമായിട്ടെടുത്ത തീരുമാനങ്ങൾക്ക് അല്പം പിഴവ് പറ്റിയപ്പോൾ ഞാനാകെ തകർന്നു പോയി ജോജി. ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനുള്ള വെമ്പലായിരുന്നു മനസ്സ് മുഴുവൻ. ജാഫർ ഖാന്റെ ആൾക്കാർ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വന്നപ്പോ ചതിക്കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായില്ല. സ്റ്റാർ ഹോട്ടലിലെ താമസം, മുന്തിയതരം ഭക്ഷണം എല്ലാം പണം തട്ടിയെടുക്കാനുള്ള പ്രഹസനങ്ങൾ മാത്രമായിരുന്നു. എന്തോ ചില പേപ്പറുകളിൽ ഒപ്പിടിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അവരെന്നെ ഹോട്ടലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് എവിടെ വെച്ചാ എപ്പോഴാ അവരപ്രത്യക്ഷരായതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പോലീസിൽ പരാതിപ്പെടാമായിരുന്നില്ലേ നിനക്ക്? ഭാര്യയുടെ കെട്ടുതാലി വരെ പണയപ്പെടുത്തി ബോംബെയിലെത്തിയ അനേകരുടെ കഥകൾ. അതായിരുന്നു പോലീസുകാർക്ക് പോലും പറയാനുണ്ടായിരുന്ന മറുപടി. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ 3-4 ദിവസം ഞാൻ അലഞ്ഞു നടന്നു. എങ്ങനെയെങ്കിലും ജാഫർ ഖാനെ കണ്ടെത്തണമെന്ന വാശിയായിരുന്നു മനസ്സ് മുഴുവൻ. കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്ത് അടങ്ങാത്ത പക. ബോംബെയിലെ തെരുവുകളിലും ഹോട്ടലുകളിലുമൊക്കെ അവനെ ഞാൻ തിരഞ്ഞു. ഒടുവിൽ പുതിയൊരു ഇരയെ കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ജാഫർ ഖാനെ ഞാൻ കണ്ടെത്തി. എല്ലാവരുടെയും വിസ ശരിയായിട്ടുണ്ട്. എമൗണ്ട് എല്ലാം റെഡിയാണല്ലോ? പറഞ്ഞ എമൗണ്ട് ഉണ്ട് സാർ. അവർ 20 പേര് റെഡിയായി നിൽക്കുക. നാളത്തെ ഫ്ലൈറ്റിൽ പൊന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് നാട്ടിൽ ചെല്ലാൻ പറ്റില്ല. ഖബറാവുമത്. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളി. നാളെ നേരം പുലർന്നാൽ ബോംബെ എയർപോർട്ടിൽ നിന്ന് ഗൾഫ് എയറിന് ഫ്ലൈറ്റ് പറന്നാൽ അവരെല്ലാവരും അതിലുണ്ടാവും. ജറൂർ. താങ്ക് യു സാർ. ഓക്കെ, വരട്ടെ. ഇനി വൈകിയാൽ പ്രശ്നമാണ്. നാളെ അവർ യാത്രയ്ക്ക് തയ്യാറായി വരുമ്പോൾ നമ്മൾ ഈ ബോംബെയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കും. ഇവിടെ നമുക്കുള്ള സർവ്വ ബാങ്ക് അക്കൗണ്ടുകളും 4 ദിവസത്തിനകം പോലീസ് മരവിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് എല്ലാ ബാങ്കുകളിൽ നിന്നും അക്കൗണ്ട് വിഡ്രോ ചെയ്തു. 8 കോടി രൂപയ്ക്കുള്ള ഡ്രാഫ്റ്റും ഡോക്യുമെന്റ്സും ഇതിനകത്തുണ്ട്. കസ്റ്റംസ് അധികാരികളുടെ കണ്ണ് വെട്ടിച്ച് വേണം നമുക്കിത് കൊണ്ടുപോകാൻ. ബി കെയർഫുൾ. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സൗഭാഗ്യങ്ങളാണ് ഇതൊക്കെ. ഇതിവിടെ വെക്കണ്ട. ഇധർ ബി റെയ്ഡ് ഹോ സക്താ ഹൈ. യേ ആപ്കെ സാത്ത് ലേ ജാओ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ എയർപോർട്ടിൽ വെച്ച് കാണാം. ഖുദാ ഹാഫിസ്.
ജാഫർ ഖാൻ രക്ഷപ്പെട്ടാൽ എന്റെ മരണം അയാളുടെ കൈകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ആശ്രിതരുടെ കൈകൊണ്ട്. എന്തായാലും ഒരു നൂൽപാലത്തിലൂടെയാണ് എന്റെ യാത്ര. അന്ന് ഞാൻ നിന്റെ സഹായം തേടിയത് ഏറെ മോഹങ്ങളോടെയായിരുന്നു. പക്ഷെ ഇപ്പോ നീ മാത്രമേ എനിക്കുള്ളൂ. കേട്ടു മറന്നൊരു പഴങ്കഥയുണ്ട്. നാഴി മുറത്തോട് പരാതി പറഞ്ഞ കഥ അറിയോ നിനക്ക്? അതുപോലെ നമ്മുടെ കാര്യം. എനിക്ക് കഴിഞ്ഞ 2 മാസമായി സ്വപ്നം കാണാൻ ഒരു നല്ല വിഷയമുണ്ടായിരുന്നു. നിന്റെ കത്തിനോടൊപ്പം വരുന്നൊരു വിസ, പിന്നെ ഗൾഫിലെ സ്കൂൾ ജോലി, 4 നേരം തീ പുകയുന്ന എന്റെ വീട്. രസമായിരുന്നടാ. ഒന്നോർത്താ നേട്ടമാ. നരച്ചു വെളുത്ത 2 ഷർട്ടും ഫോട്ടോ മാറ്റിയൊട്ടിച്ച സർട്ടിഫിക്കറ്റുമായി വണ്ടി ഇറങ്ങിയ ഞാൻ 2 മാസം അല്ലലില്ലാതെ ജീവിച്ചില്ലേ? ചെറിയ സംഖ്യയാണെങ്കിലും അഭിമാനത്തോടെ 2 മണി ഓർഡർ വീട്ടിലേക്ക് അയക്കാൻ പറ്റിയില്ലേ? മതി ജോജി, സാരമില്ല, തുടരാം നമുക്ക് ഈ കള്ളനും പോലീസും കളി. ആരെയും വഞ്ചിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. നിനക്ക് ജീവിക്കാൻ, എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാൻ. പടച്ചോ നമ്മുടെ കൂടെ കാണും. ആ അലിയാരി മാഷിന് ചെറിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. പലപ്പോഴായി ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്നു. അലിയാർ മാഷിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അടുത്ത അധ്യായം നമുക്ക് അലിയാർ മാഷിൽ നിന്നും തുടങ്ങാം.